ഗൈസ്, ഞാൻ ഇന്ന് അരുണിനൊരു 2 വരം സാധിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ആഗ്രഹങ്ങൾ എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. ഞാനൊന്ന് ചോദിച്ചു നോക്കാം. അവിടെ ഇരിക്കുന്നുണ്ട്. അരുണേട്ടാ, അരുണേട്ടാ, ടോ ടോ ഒന്ന് വരാതിരിക്കും. ഞാന് ഇപ്പൊ 2 കാര്യം നിന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞാല് ഞാൻ സാധിപ്പിച്ചു തരാം. പ്രോമിസ്. നിന്റെ തലയാള സത്യയിലെ തേങ്ങ വീണോട്ടെ. എന്ത് കാര്യമാണെങ്കിലും നിനക്ക് പറയാം. ഒന്ന്, എനിക്ക് നാളെ ബസ് കയറണം. നാളെ ബസ് കയറണം. ബസ് കയറണ എന്തേത്തു? നാളെ ഡ്രൈവറായിട്ട് ഡ്യൂട്ടി എടുത്ത് ബസ് കയറണം. എന്റെ അമ്മായും എന്റെ മച്ചും എന്റെ ബസ്സിന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി. എന്റെ ബാബുവേട്ടന്റെ വണ്ടി കയറ്റില്ലെന്ന് പറഞ്ഞ്, അജുവെ കയറ്റില്ലെന്ന് പറഞ്ഞ് KSRTC പണി വരെ പോയി. ഒന്നാമത്തെ ആഗ്രഹം അത്. അങ്ങനെയല്ലല്ലോ, എനിക്ക് ഡ്രൈവറായിട്ട് കയറണം. ഇതിപ്പോ സമയം 10 മണിയാണ്. എനിക്ക് ഈ ഓണേഴ്സിൽ ഒരാളെ ഇപ്പം ബാബുചേട്ടനാണെങ്കിലും ഋത്തുക്കാനാണെങ്കിലും ഷാഫിക്കാനാണെങ്കിലും ഒക്കെ വിളിക്കേണ്ട ടൈം കഴിഞ്ഞു. അത് മറ്റന്നാളത്തേക്കാക്കാൻ പറ്റുമോ? വരം ചോദിച്ചാ അങ്ങനെ ഞാനിതൊന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിച്ചു എനിക്ക് പാന്റ് വേണം, ഷർട്ട് വേണം, അങ്ങനെ. എന്നാ ഓക്കെ, ഞാൻ നോക്കാം. ഐ വിൽ ട്രൈ. ഇത് പണി എനിക്ക് പാളിയെന്ന് തോന്നുന്നു. കളിക്കല്ലോ. ഐ വിൽ ട്രൈ. എനിക്ക് നാളെ വണ്ടി കയറണം ഒരു ആഗ്രഹം. പിന്നെ രണ്ടാമത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുറെ ആഗ്രഹമുണ്ട്. പക്ഷെ അതിൽ മെയിൻ ആയിട്ടുള്ള ആഗ്രഹം എന്റെ മുടി കണ്ടോ? തൊട്ടോക്ക്, ഉള്ളു നോക്ക്. ഉള്ളുണ്ടോ? ഉള്ളുണ്ട്. ഒന്ന് പൊന്തിച്ച് നോക്ക്. കഷ്ണി ഉണ്ടോ? അങ്ങനെയല്ല, കഷ്ണി ഉണ്ടോ നോക്കുക. കഷ്ണി ഉണ്ടോ നോക്ക്. ഇങ്ങനെ നെറ്റി കയറിയാലാണ് കഷ്ണി ഉണ്ടോ? എനിക്ക് കഷ്ണിയില്ലല്ലോ. എനിക്ക് വല്ലാത്തൊരാഗ്രഹമുണ്ട്. എന്റെ അമ്മായിന്റെ ഭർത്താവിന് മുടിയില്ല. ബൈജോട്ട് അയാൾക്കൊരു മുടി വേണം. കഷ്ടപ്പെട്ട് വിഗടിച്ച് നിക്കുക. അമ്മായിന്റെ കെട്ടിയോന് ഇപ്പം മുടി കാണണം. അതാണ് രണ്ടാമത്തെ ആഗ്രഹം. ഇത് വല്ലാത്തൊരാഗ്രഹമായി പോയി ഗൈസ്. വീഡിയോ ആവശ്യം മറന്നു വീഡിയോയുടെ കാര്യങ്ങളോട് മറന്നു നോക്കി മുഖത്ത് നോക്കി പറയാം. സത്യമായിട്ട് എനിക്ക് എന്തൊക്കെ ആഗ്രഹം ഉണ്ട് അറിയാം. ഒന്ന്, ബസ്സിന് ഡ്രൈവറായിട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു മിനിറ്റ്. ബസ് ഡ്രൈവറായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോൾ കുറേ ദിവസമായിട്ട് ചില ആൾക്കാർ നടന്നും തലങ്ങും വിലങ്ങും ഒക്കെ നടന്നിട്ട് എനിക്ക് ബസ് പണിയില്ല. ഞാൻ വെറുതെ തേരാപ്പാറ നടക്കുക. നല്ലൊരു പണി KSRTC ഉണ്ടായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. വേറെ 2-3 ആൾക്കാരൊക്കെ പോയി സംസാരിച്ച് അത് പറയണ്ടേ. അപ്പോ KSRTC പണിയും പോയി. സത്യം പറയാ ഡ്രൈവർ പണിയില്ല. അതാണ് ഞാൻ ഫസ്റ്റത്തെ ആഗ്രഹം. അത് പറഞ്ഞു, അതിന്റെ ഫസ്റ്റത്തെ ഒരു ആഗ്രഹം. എനിക്ക് എന്തായാലും വേണ്ടില്ല, എനിക്ക് ഡ്രൈവറായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. സാധിക്കൂല, കാരണം എല്ലാരും ഒഴിവാക്കി. ഞാൻ വിചാരിച്ച എന്താന്നറിയോ? പാന്റ് വേണം, ഷർട്ട് വേണം, അതുണ്ട്, ഷൂ വേണം. അതുണ്ട്. അല്ലേ വേണ്ട, 2 ഷൂ ആണ്. വണ്ടിന്റെ ടയറ് മൊട്ടയായി കിടക്കല്ലേ, അത് ഇനി ഓടും. അങ്ങനെയൊക്കെ. ഇതിപ്പം വല്ലാത്തൊരു പണിയായിപ്പോയി. ആദ്യത്തെ ആഗ്രഹം ഇപ്പം എല്ലാ ഓണേഴ്സും ഇപ്പൊ ഉറങ്ങിപ്പോയി. നമുക്കൊന്ന് റെക്കമെൻഡ് ചെയ്തിട്ടെങ്കിലും കേറാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ആവശ്യമില്ലാത്ത കാര്യത്ത് കയറി തലടുന്നത്. നമ്മൾ ഒരാളോട് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ അത് അവരെന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് നമ്മൾ സാധിച്ചു കൊടുക്കാൻ ഉത്തരവാദികളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ സമയം നീ പറഞ്ഞ രണ്ടാമത്തെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. ബൈജുവിന് മുടി വെച്ച് കണ്ടാ പോരെ നിനക്ക്? ഇന്നോടാ കളി. നോക്ക് മോനെ, നോക്ക്. ഇത് വിഗ്. അതാ പറഞ്ഞേ, അത് ഞാനും വെക്കൂലേ. അതില് കാര്യമില്ല. അങ്ങനെ ആച്ചാ പിന്നെ ഞാനിപ്പോ മറ്റേ ഗോകുൽസിന്റെ ബാബോട്ട എനിക്ക് ആ ബസ് ഒന്ന് ഡ്രൈവർ സീറ്റ് കയറിയിരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ആളെ കയറിക്കൂലേ. അല്ല, നീ പറഞ്ഞത് എന്താ?
ബൈജുവിന്റെ തലയില് മുടി വെച്ച് കാണണം എന്നല്ലേ പറഞ്ഞേ. പൊന്നാര ഗൈസ്, ഇത് ബൈജുവിന്റെ തലയില് മുടി വെച്ച് കണ്ടില്ലേ? അയ്യോ വേറൊരു രസം എന്താണെന്നറിയോ? വേറൊരു രസം പറയുന്നുണ്ട്. അമ്മച്ചി പല പ്രാവശ്യം പറയുന്നുണ്ട്, വിഗൊക്കെ വേണേ ഞങ്ങൾക്ക് വാങ്ങി വെക്കാൻ പറ്റും, പക്ഷെ ഞങ്ങൾ അത് ചെയ്യില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് ഇത് വേണ്ട. കൊല്ലും ഞാൻ. കൊന്നില്ലേ? ഏതാടാ ചെങ്ങായി, മാങ്ങാണ്ടി പോറ പോലത്തെ മൈരേ. ആകെ ഇത്തിരി മീശയുണ്ട്. അല്ല, ആകെ ഞാൻ സാധിപ്പിച്ചു തന്നോ? മറ്റേത് നാളെ നേരം വെക്കട്ടെ, അപ്പഴല്ലേ. മാങ്ങാണ്ടി പോറ എന്നെ കളിയാക്കല്ല. എന്റെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത് നായിന്റെ മോളെ കല്യാണം കഴിച്ചത്. നിന്റെ ഭാര്യ. നിന്റെ ഈ വീഡിയോ ചേട്ടായി കാണും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ എന്റെ ആ ഒരു ഓള് കാരണം മാത്രം എന്റെ പണി പോയത്. എന്റെ KSRTC പണി പോയത് ഓളാ. പ്രൈവറ്റ് ബസ്സിൽ ഇന്നലെ മെഞ്ഞാന്നായിട്ട് പോയിട്ട് കണ്ട ആൾക്കാരോടൊക്കെ പറഞ്ഞ് ബസ്സിൽ വരെ കയറാൻ പറ്റാത്ത രീതിയിലാക്കി. ഓളെ ഉറപ്പ് ഓളെ ഞാൻ കാണുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഓളെ നാളം കെടുത്താൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്യും. അതല്ല എന്റെ പൊന്നാര ചേട്ടായിയെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളൂ. ഏതെങ്കിലും ഒരു ജ്യോത്സ്യരെടുത്ത് പോയിട്ട് ആ ജാതകം ഒന്ന് നോക്കുക. എന്ന് തൊട്ടിട്ടാണ് ശനിപ്പയ തുടങ്ങിയെന്ന്. ആ പെണ്ണുങ്ങള് മതില് ചാടി അന്ന് തൊട്ടിട്ടാണ് നിങ്ങളുടെ ശനിപ്പയ തുടങ്ങിയല്ല. പോയപ്പോ കുടുങ്ങിപ്പോയതാ. അതുമല്ല, ഓള് പല പ്രാവശ്യം പറഞ്ഞിക്ക് എന്റെ ചേട്ടന ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിഗ് വാങ്ങി വെക്കാം, പക്ഷെ ഞങ്ങളത് ചെയ്യാത്തത് എന്തുകൊണ്ടാ? പൊന്നു മോനെ, കളിയാക്കിയിൽ ഞാൻ ചെറിയൊരു രീതിയിൽ സങ്കടം പറയുന്നത്. മുടിയില്ലാത്തത് എന്റെ ചേട്ടാ, ഞാൻ നിങ്ങളോട് പിന്നും പറയാം, ഈ മുടിയില്ലാത്തത് നമുക്ക് എന്തെങ്കിലും സൂക്കേട് അല്ലെങ്കിൽ നമുക്ക് അംഗവൈകല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ പ്രസവിക്കാണ്ട് നിൽക്കുന്നത് അതൊന്നും തെറ്റല്ല. അത് ഓരോ ജീവജാലങ്ങളിലും പറഞ്ഞൊരു കാര്യമാണ്. അതൊരിക്കലും തെറ്റല്ല. അത് ദൈവം നമുക്കായിട്ട് സൃഷ്ടിച്ച സംഭവമാണ്. ഇത് ഞാനിപ്പോ പറയാൻ കാരണം, നിങ്ങൾ ഇതൊക്കെ കേൾക്കാൻ കാരണം ആ വേശി കാരണം, നിങ്ങളെ തേവിടിച്ചി ഭാര്യയല്ലേ ഓള് കാരണം. എന്റെ പൊന്നു ചേട്ടാ, ഏട്ടനോട് എനിക്ക് ഒരു വിരോധമില്ല. എനിക്ക് നിങ്ങളുടെ ഇഷ്ടം മാത്രമേ. കാരണം ഒന്ന് ഞാൻ പറഞ്ഞ ഏട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല അത്യാവശ്യം ബോഡി ഫിറ്റാണ്. ഐ ലൈക്ക് എന്ന് പറഞ്ഞാൽ വെരി ഐ ലൈക്ക്. നല്ല അടിപൊളി ബോഡി ഫിറ്റ് ആയിട്ടുണ്ട്. ഏട്ടന് മുടിയില്ലാത്ത ആളുകൾ കുറവും കാര്യമൊന്നും അല്ല. മുടിയില്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഈ പറയുന്നത് ഇതിന്റെ മുടി വരെ ഇതിന്റെ ഈ ഒരു മുടി വരെ ഞാൻ വെട്ടിച്ചതാണ്. പിന്നെ ഞാൻ കളിയാക്കിയത് അത് ഇനിയും ഏട്ടനത് പ്രതീക്ഷിക്കാം. നിങ്ങൾ എത്രത്തോളം നിങ്ങളെ വേശീനെ കൊണ്ടടക്കുന്നോ അത്രത്തോളം ഞാൻ തരും. ആ വേശി കാരണം അവളെ വേശിന്ന് വിളിച്ചാൽ നിങ്ങൾ ആരും കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം അവളെ വേശിന്ന് വിളിക്കുന്നത് എന്താ വെച്ചാല് കണ്ട ആൾക്കാർക്കൊക്കെ വെച്ചെടുത്തുണ്ടാക്കിയത് അവള്. ഓളാ ശരീരം. ഓളിനി ഏതറ്റം വരെ പോവോ അതിനേക്കാൾ ഡബിൾ അറ്റം വരെ ഞാൻ പോകും. അപ്പൊ മോളെ, നീ പറഞ്ഞില്ലേ നിന്റെ ചേട്ടന് വിഗ് വെക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞങ്ങള് വെക്കാഞ്ഞിട്ട് സാധിച്ചേർന്നേ. അത് നമുക്ക് നോക്കടാ. അപ്പൊ മോളെ ലസിതാൻറ്റി കണ്ടല്ലോ.